ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. എന്താ പരിപാടി ഇവിടെ? കട്ടിലടി വന്നിട്ട് എന്താ പരിപാടി? കുപ്പിയോടെ എടുത്താണോ തിന്നുന്നേ? ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഫുൾ ട്രാവലിംഗ് തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് ദുബായിൽ നിന്ന് തിരിച്ച് സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അച്ചൂട്ടാന്ന് വിളിച്ചിട്ട് ഒരനക്കവും കേൾക്കുന്നില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടെന്ന്. ചെന്ന് നോക്കുമ്പോൾ എന്താ, കട്ടിലെ സൈഡിലിരുന്ന് മൂപ്പര് പോസ്റ്റ് കഴിച്ച് തീർത്തിട്ട് കുപ്പി ഇവിടെ ഇട്ടിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ട്രോളിയിൽ കയറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങളിത് ഏകദേശം ഒരു 12 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെട്ടിയും പാക്ക് ചെയ്ത് ഒന്ന് ഫ്രഷായി ഇറങ്ങാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇന്നലെ ഞങ്ങൾ ഷാർജയിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് എണീറ്റപ്പോഴത്തേക്ക് ഏകദേശം 10 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ച് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്ന് കഴിച്ച് എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. പിന്നെ പെട്ടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തലേദിവസം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ല, ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, 1 വീക്കിലേക്കുള്ള ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ചേട്ടൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലഗേജൊക്കെ അതിൽ കയറ്റണം. എന്നിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു ടാക്സിയിൽ പോകാമെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചൂട്ടൻ്റെ വിചാരം എന്താണ്ടോ അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ ടൂറ് പോകുക എന്നുള്ള ധാരണയിലാണ് കേട്ടോ അവനിരിക്കുന്നത്. അവൻ തിരിച്ച് സൗദിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും വേണ്ട നമുക്ക് ദുബായിൽ നിൽക്കാമെന്ന്. കാരണം ആൾക്ക് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയുടെ അസ്കിതയുണ്ട്. അപ്പോൾ ആൾക്ക് സൗദിക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണല്ലോ, ഉറക്കി എണീറ്റാൽ പിന്നെ എന്താ ചെയ്യുക, സ്കൂളിൽ പോകണ്ടേ, ആ ഒരു ഇതാണ്. അപ്പോൾ സൗദിയിലേക്ക് പോകുന്നത് വലിയൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ട് ഗ്ലോബൽ വില്ലേജ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞങ്ങൾ 2 years ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ദുബായിൻ്റെ പകുതി സ്ഥലത്തും പോയിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഒരു 1 week ഇവിടെ വന്ന് നിന്നപ്പോഴാണ് ദുബായിലെ പല സ്ഥലങ്ങൾ കാണുന്നതും പല സ്ഥലത്തേക്ക് പോകണതും ഒക്കെ ആയിട്ട് കേട്ടോ. ആ 2 വർഷം ജസ്റ്റ് ഓഫീസ് റൂം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നും. അപ്പോൾ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോവില്ല, പക്ഷേ വേറെ ഏതെങ്കിലും ദൂര സ്ഥലത്ത് പോകും. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ദുബായിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പം അങ്ങനെ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ സൗദിയിലായിരുന്നപ്പം ദുബായ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. എന്താല്ലേ. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ദുബായ് എയർപോർട്ട് അച്ചൂട്ടിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പം ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ കുഞ്ഞായിരുന്നപ്പോഴാണ് ഞങ്ങൾ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയ ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തത്. അന്ന് ഞങ്ങൾ ഈ സെയിം KFCയിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ KFCയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ലോഞ്ചിൽ കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അച്ചൂട്ടിന് വേണ്ട ഫുഡുകളൊന്നും അവിടെ വേണ്ട, അവന് ഇതൊക്കെയാണെങ്കിൽ കഴിച്ചോളും. പക്ഷേ അല്ലാത്ത ഫുഡുകളൊക്കെ ആണെങ്കിൽ അവന് ഭയങ്കര പ്രയാസമാണ് അങ്ങ് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ KFC ഒക്കെ കഴിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ദുബായിനോട് ബൈ പറഞ്ഞിട്ട് സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇതാ നിൽക്കുവാണ്. അപ്പോൾ അച്ചൂട്ടൻ്റെ പോക്ക് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. കാരണം അവനറിയില്ലല്ലോ നാളെ മുതൽ സ്കൂളിൽ പോകണമെന്ന്. ചാടിത്തുള്ളി ഓടിയൊക്കെയാണ് മൂപ്പര് പോകണത്. അവൻ്റെ വിചാരം ഇനിയും ഒരു 1 week കൂടെ അവന് ലീവാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമെന്നൊക്കെയുള്ള ധാരണയിലായിരുന്നു മൂപ്പര്. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഇനിയിപ്പം വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് 2.5 hours മാത്രമല്ലേ ദൂരമുള്ളൂ. അപ്പം അത് കാരണം അച്ചൂടിനെ കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അച്ചൂടിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് ആശിച്ച് മോഹിച്ച് എടുത്ത് വെച്ചെങ്കിലും എൻ്റെ ഹെഡ്സെറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അവൻ്റെ ചെവിയിൽ വെച്ച് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ആ സിനിമ കണ്ടിട്ടേയില്ല. ബാക്കി തീർത്തും അവനായിരുന്നു കേട്ടോ ഇരുന്ന് കണ്ടത്. പിന്നെ ഹെഡ്സെറ്റ് ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു അവൻ കണ്ടോട്ടെ, അവനിരുന്ന് കണ്ടോട്ടെ, അങ്ങനെയെങ്കിലും അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. അപ്പം നമുക്ക് ലഗേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പുറത്ത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ അവന് ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ചോക്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവാം കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ എയർപോർട്ടിൽ. അപ്പോൾ ഇവിടെ ഒരു അക്വേറിയം ഒക്കെ കണ്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും കേട്ടോ. 1 വീക്ക് റൂം അടഞ്ഞു കിടന്നുകൊണ്ട് ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിച്ചു വാരി തുടയ്ക്കണം, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം അച്ചൂട്ടിന് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ വേറെയും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയത്തേക്ക് ഞങ്ങളൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മളിതാ പുറത്തിറങ്ങിയേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.